പക്ഷേ പിന്നീട് സംഘടനകളുടെ ഇടപെടലൊക്കെ ഉണ്ടായി, പലരും ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള പല നിവേദനങ്ങൾ കൊടുത്തു. അങ്ങനെ സെറ്റുകാർ ഒഴിവാക്കി കൊടുത്തു, നെറ്റുകാർ ഒഴിവാക്കി കൊടുത്തു, PhD ഒഴിവാക്കി കൊടുത്തു, MPhil ഒഴിവാക്കി. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ന്യൂസായിട്ടാണ് സർട്ടിഫിക്കറ്റ് വന്ന കാര്യം അറിയാം. നമുക്കൊരു പത്രത്തിൽ ന്യൂസൊക്കെ വരാം, മെസ്സേജ് ഒന്നും വന്നോളുന്നില്ല. അപ്പോൾ ഈ ന്യൂസ് കണ്ടിട്ട് നമ്മൾ അവിടെ ഹാജരാവണം. ഇല്ല എങ്കിൽ ഓരോ മാസം കഴിയുമ്പോഴും അത് അവർ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഫൈന് കൂടെ നമ്മളടുന്ന് ഈടാക്കും. ഒരേ തവണ തന്നെ പല ജില്ലകളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻവാലിഡായി പോകും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വഴികാട്ടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ ഷിയാസ് സ്വലാഹിയാണ് ഉള്ളത്. 2 എപ്പിസോഡുകളിലൂടെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ, യോഗ്യതകൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ കൂടെയുള്ള ഷിയാസ് സ്വലാഹിയെ ഒരിക്കൽ കൂടി ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുള്ളത് LP തലം മുതൽ കോളേജിയേറ്റ് തലം വരെയുള്ള ജോലി സാധ്യതകളെ പറ്റിയും അതിനെങ്ങനെ ഒരുങ്ങാം, അതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. നെറ്റ് എന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ അധ്യാപകരൊക്കെ ഒരു ആശങ്കയോടെയാണ് നിൽക്കുന്നത്. ചിലർക്കൊക്കെ മറ്റു യോഗ്യതകളുണ്ടായതുകൊണ്ട് കേട്ടിട്ട് വേണ്ടി വന്നിരുന്നില്ല ഇതുവരെ. അപ്പോൾ നിലവിൽ കേട്ടിട്ടില്ലാത്തവരുമുണ്ട്, ഈ യോഗ്യതകളിലൂടെ കടന്നു വന്നവരുമുണ്ട്. അവരൊക്കെ ഇനിയും കേട്ടിട്ട് എടുക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലാണ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കേട്ടറ്റ് എന്ന യോഗ്യതയെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാം, അതിൻ്റെ കാറ്റഗറികളെക്കുറിച്ചും മറ്റുമൊക്കെ. ഇവിടെ കേട്ടറ്റ് എന്നുള്ളത് ശരിക്ക് കേരള സർക്കാർ 2013 കൂടെ നിർബന്ധമാക്കിയിട്ട് കൊണ്ടുവന്ന സംഗതിയാണ് കേരളത്തിൽ. അതും തന്നെ ഒരു കോടതി വിധിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടറ്റ് എന്നുള്ള ആ ഒരു യോഗ്യതാ പരീക്ഷ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് മുഴുവൻ അധ്യാപകരും അത് നേടിയെടുക്കണം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. നിലവിൽ സർവീസിലുള്ള ആളുകൾ 2019 ആകുമ്പോഴേക്കും ഈ യോഗ്യത നേടിയിരിക്കണമെന്നാണ് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. അതെനിക്ക് അത്രയും ഓർമ്മയിലുള്ളതെന്ന് വെച്ചാൽ 2014 ആദ്യമായിട്ട് ഞാൻ സർവീസിൽ വരുന്നത്. അന്ന് കേട്ടിട്ട് ഞാനൊന്ന് എഴുതിയിട്ടില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ അന്ന് നെറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ടെറ്റും സെറ്റൊന്നും ഇനി ആവശ്യമില്ല എന്നുള്ള ആ ഒരു ആശയത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ അന്ന് വന്ന നോട്ടിഫിക്കേഷൻ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അപ്പോൾ ടെറ്റ് എല്ലാവരും നേടണം എന്നായിരുന്നു ഇത് വരുമ്പോൾ പറഞ്ഞത്. ഇല്ലാത്തവർ നേടിയെടുക്കണം. പക്ഷേ പിന്നീട് സംഘടനകളുടെ ഇടപെടലൊക്കെ ഉണ്ടായി, പലരും ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള പല നിവേദനങ്ങൾ കൊടുത്തു. അങ്ങനെ സെറ്റുകാർ ഒഴിവാക്കി കൊടുത്തു, നെറ്റുകാർ ഒഴിവാക്കി കൊടുത്തു, PhD ഒഴിവാക്കി കൊടുത്തു, MPhil ഒഴിവാക്കി. അങ്ങനെ പല സംഗതികൾ, പല ഉയർന്ന യോഗ്യതയുള്ള ആളുകളൊക്കെ ടെറ്റെന്ന് ഒഴിവാക്കി കൊടുത്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും എന്താണ്, അത് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണുള്ളത്. ടെറ്റ് നേടിയെടുക്കണം തന്നെയാണ് കോടതി വിധിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇൻക്രിമെൻ്റ് വരെ അത് മിസ്സായി പോകുന്ന അവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ ജോലി തന്നെ പിരിച്ചുവിടുന്നുള്ളതൊക്കെയാണ് ന്യൂസൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായ സംഗതി ടെറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനി അതിൽ മാറ്റങ്ങളോ സംഘടനാ തലത്തിലുള്ള അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലിലൂടെയൊക്കെ മാറ്റങ്ങളുണ്ടായേക്കാം. പക്ഷേ എപ്പോഴും ഈ ഒരു ചോദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും, ടെറ്റ് നേടിയ ആളുകൾ എത്ര. ഇപ്പോൾ സ്കൂളിലൊക്കെ അതിൻ്റെ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെറ്റിന് ഒരുങ്ങുമ്പോൾ ടെറ്റ് നമുക്ക് 4 കാറ്റഗറിയിലാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാണാൻ പറ്റുക. കാറ്റഗറി 1, 2, 3, 4 എന്നുള്ള നിലക്കാണുള്ളത്. അതിൽ കേട്ടറ്റ് 1 എന്ന് പറയുന്നത് അത് LPSA അധ്യാപക യോഗ്യതയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ജനറൽ LP അധ്യാപകർക്ക് വേണ്ട യോഗ്യതയാണ് ടെറ്റ് എന്നുള്ളത്. കേട്ടറ്റ് 1. കേട്ടറ്റ് 2 ആണെങ്കിൽ UPSA ആണ്. UP അധ്യാപകനായിട്ടുള്ള മാറുന്ന ജനറൽ വിഭാഗത്തിനാണ് കേട്ടറ്റ് 2 പരിഗണിക്കുന്നത്. കേട്ടറ്റ് 3 അത് HSA ലെവലിലുള്ള മുഴുവൻ അധ്യാപകരും നേടിയെടുക്കേണ്ട യോഗ്യതയാണ് കേട്ടറ്റ് 3 എന്നുള്ളത്. കേട്ടറ്റ് 4 എന്നുള്ളത് ലാംഗ്വേജുകൾ പ്രൈമറി LP ആണെങ്കിലും UP ആണെങ്കിലും കേട്ടറ്റ് 4 ആണ് അവർ പരീക്ഷ എഴുതി പാസ്സായി എടുക്കേണ്ടത്. അപ്പോൾ കേട്ടറ്റിൻ്റെ വിജ്ഞാപനം വിശദമായി തന്നെ SCERT എന്ത് ചെയ്യലുണ്ട്, കേട്ടറ്റ് എന്ന ആ ഒരു വെബ്സൈറ്റിലൂടെ പുറത്ത് ഇറക്കാറുണ്ട്. ആ വിജ്ഞാപനം നമ്മൾ മുഴുവനായിട്ട് വായിക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വിജ്ഞാപനം മുഴുവനായിട്ട് വായിക്കണം. അപ്പോഴാണ് പരീക്ഷയുടെ രീതിയും സ്വഭാവവും അതിൻ്റെ സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവുക. ഇവിടെ അറബിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേട്ടറ്റ് 3 HST അറബിക്കിൻ്റെ ഒരു യോഗ്യതയാണ്. അപ്പോൾ അവിടെ വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കണം എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിലബസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. ഇതിന് യോഗ്യത ഇപ്പോൾ കേട്ടറ്റ്
3 എഴുതാൻ ഉദ്ദേശിക്കുന്ന, അറബി അധ്യാപകനാകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കേണ്ട, അയാൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യത 45% മാർക്കോട് കൂടെ ഡിഗ്രി, അതോടൊപ്പം BEd അയാൾ പഠിച്ചിരിക്കണം, യോഗ്യത നേടിയിരിക്കണം. അവിടെ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷം അഥവാ 2 സെമസ്റ്റർ കഴിഞ്ഞ് 3-4 സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കേട്ടറ്റിൻ്റെ പരീക്ഷയിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അവർക്ക് പരീക്ഷ എഴുതാം. പക്ഷെ അവിടെ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, ആ സമയത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അവർ തയ്യാറാക്കി വെക്കണം. വെരിഫിക്കേഷൻ സമയത്ത് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത് അവരവിടെ ഹാജരാക്കേണ്ടി വരും. ഇതാണ് കേട്ടറ്റ് 3യുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഇനി LP UP തലങ്ങളിൽ അധ്യാപകനാകാനുള്ള യോഗ്യത, പ്രത്യേകിച്ച് ഭാഷാ അധ്യാപകനാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് 4 ആണ്. അപ്പോൾ കേട്ടറ്റ് 4ൻ്റെ പരീക്ഷയ്ക്കാണ് അവർ ഒരുങ്ങേണ്ടത്. ഇനി പ്രായപരിധിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ കേട്ടറ്റിനും എന്തില്ല, ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. അതിന് വേണ്ട യോഗ്യത നേടിയ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ കേട്ടറ്റ് പരീക്ഷ എഴുതാം. അപ്പോൾ കേട്ടറ്റ് 4 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു LP UP അധ്യാപകനാകാനുള്ള യോഗ്യതയുള്ള ആളുകൾക്കാണ് എഴുതാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അവരെ യോഗ്യത എന്ന് പറയുന്നത് ആ അധ്യാപകനാകാനുള്ള യോഗ്യതയാണ്. അതിലേക്കുള്ള യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയും എഴുതാൻ പറ്റും. ഇനി കേട്ടറ്റ് പരീക്ഷ എഴുതിയിട്ട് അതിൽ ക്വാളിഫിക്കേഷൻ നേടുന്നത് എങ്ങനെയാണ്, അതിന് കൃത്യമായ മാനദണ്ഡം ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ജനറൽ വിഭാഗത്തിനാണെങ്കിൽ അവർക്ക് 60% മാർക്ക് നേടിയിരിക്കണം, അഥവാ 90 മാർക്ക് അവർ ആ പരീക്ഷയിൽ എന്ത് ചെയ്യണം, നേടിയിരിക്കണം. എന്നാൽ റിസർവേഷൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഉദാഹരണം SC ST OBC OEC ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്ക് മിനിമം 82 മാർക്ക് നേടിയാൽ മതി. 90 മാർക്ക് വേണ്ട, 82 മാർക്ക് അഥവാ 55% മാർക്ക് നേടിയാൽ മതി. എന്നാൽ PH വിഭാഗങ്ങൾ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച പരിമിതിയുള്ള ആളുകൾ, അവർക്ക് 50% മാർക്ക് 75 മാർക്ക് നേടിയാൽ മതി. അതോടൊപ്പം തന്നെ കേട്ടറ്റിൻ്റെ ഒരു സുഖമെന്ന് പറയുന്നത് നെറ്റ് എക്സാമിനെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് കേട്ടറ്റിന് അതിൻ്റെ ഒരു സുഖമായിട്ട് പറയാനുള്ളത്. ഒരു തവണ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വീണ്ടും എഴുതാൻ അവസരം ഉണ്ടായിരിക്കില്ല. ഒരു തവണ മാത്രമാണ് ഇതിൻ്റെ യോഗ്യത നേടിയെടുക്കേണ്ടത്. ഒറ്റ ചാൻസിൽ കിട്ടണമെന്നാണോ ഉദ്ദേശിച്ചത്? ഒരു തവണ പാസ്സായാൽ മതി. പാസ്സായ ഒരാൾക്ക് പിന്നെ എന്ത് ചെയ്യേണ്ട, രണ്ടാമത് പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സിലബസ് കാര്യങ്ങൾ അറിയണം, അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറിയണം, കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം, പരീക്ഷയുടെ സ്വഭാവം അറിയണം. ടെറ്റിൻ്റെ എക്സാമും MCQ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ്. 1 മാർക്ക് വീതമാണ് ഓരോ ചോദ്യങ്ങളുണ്ടായിരിക്കുക. ആകെ 150 ചോദ്യമാണ്, 150 മാർക്കാണ് ഉണ്ടാവുക. ഇപ്പോൾ ജനറൽ വിഭാഗത്തിൻ്റെ LPS, നമ്മുടെ ശ്രോതാക്കളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ജനറൽ ടീച്ചേഴ്സ് ഉണ്ടാവും. അവരുടെ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ 3 തലങ്ങളാണ്, 3 പാർട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, പക്ഷേ 3 പാർട്ടാണ് ഉണ്ടാവുക. ഒന്നാമത്തെ പാർട്ടിൽ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ അവരുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അഥവാ ശിശുവികാസവും ശിശുബോധന മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് 30 ചോദ്യങ്ങളുണ്ടാവുക, 30 മാർക്കിന്. എന്നാൽ അതോടൊപ്പം തന്നെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട 30 ചോദ്യങ്ങളുണ്ടാവും, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട 30 ചോദ്യങ്ങളുണ്ടാവും. ഇങ്ങനെ 90 മാർക്കിൻ്റെ ഒരു പാർട്ടാണ് ജനറൽ LPSA കേട്ടറ്റിന് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ പാർട്ടിൽ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ്. അവിടെ അവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. എന്ന് പറഞ്ഞാൽ അവിടെ മലയാളം ഓപ്ഷൻ എടുക്കാം, തമിഴ് എടുക്കാം, കന്നഡ എടുക്കാം. ഇതിലേതെങ്കിലും ഒരു ഭാഷ അവർക്ക് എടുക്കാം. 30 മാർക്കിൻ്റെ ചോദ്യമാണ് പാർട്ട് 2ലും ഉണ്ടായിരിക്കുക. പാർട്ട് 3ൽ അവിടെ ഭാഷയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നാണ് ചോദ്യം ഉണ്ടാവും 30 മാർക്കിന്. അങ്ങനെ 150 മാർക്കിനാണ് 150 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഇല്ല. അതിൽ നിന്നാണ് ഇവർ ജനറൽ കാറ്റഗറിക്കാർ 90 മാർക്ക് നേടിയെടുക്കേണ്ടത്. ഇനി UP ലെവലുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ അതിൻ്റെ വിഷയങ്ങളിൽ മാറ്റമുണ്ട്. കാറ്റഗറി 2 സിലബസിൽ മാറ്റമുണ്ട്. അവിടെ 11 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയാവും പാർട്ട് 1 ഉണ്ടാവുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ സയൻസ്, ഗണിതശാസ്ത്രം, അതാണ് അത് ഗണിത അധ്യാപകർക്ക് ഉണ്ടാവുക. ആ മേഖലയിലുള്ള ചോദ്യങ്ങളുണ്ടാവും. സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടിയിട്ട് പാർട്ട് 1 തന്നെ ഒരു ഭാഗം സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയായിരിക്കും. മറ്റു അധ്യാപകർക്ക് അവരുമായി ബന്ധപ്പെട്ട വിഷയം ഏതാണോ ആ വിഷയത്തിൻ്റെ ഭാഗത്ത് നിന്ന് 60 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുക. പാർട്ട് 2ൽ മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്
ഇതിലേതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടായിരിക്കും. പാർട്ട് 3 അതിൽ ഭാഷ തന്നെയാണ്, പക്ഷേ മുകളിൽ എടുത്ത ഭാഷ എടുക്കാൻ പറ്റില്ല. അവിടെ മലയാളം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എടുക്കണം. അതാ പാർട്ട് 2 മലയാളമാണ് സെലക്ട് ചെയ്തെങ്കിൽ പാർട്ട് 3 ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യേണ്ടത്. പാർട്ട് 2 ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 3 മലയാളമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ നിലക്കാണ് കാറ്റഗറി 2 UPSA എക്സാമിനേഷനുള്ള യോഗ്യതയായിട്ട് വരുന്നത്. എന്നാൽ കാറ്റഗറി 3 അതിൻ്റെ സിലബസ് HSTയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ 3 പാർട്ടാണുള്ളത്. 150 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് 1 സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പാർട്ടാണ്. പക്ഷേ ആ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളും അധ്യാപന അഭിരുചിയും ഒക്കെ കൗമാരപ്രായക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 40 മാർക്കിൻ്റെ 40 ചോദ്യങ്ങളാണ് പാർട്ട് 1 ഉണ്ടായിരിക്കുക. പാർട്ട് 2 നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജാണ്, ഇഷ്ടമുള്ള ലാംഗ്വേജ്, മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഏതെങ്കിലും 30 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. പാർട്ട് 3 വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ HST അറബിയും ഈ കാറ്റഗറിയിലാണ് ഉൾക്കൊള്ളുക. അപ്പോൾ അറബി കാറ്റഗറി 3 അഥവാ ഹൈസ്കൂൾ അധ്യാപകനായിട്ടുള്ള കേട്ടറ്റ് പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ട് 1ഉം 2ഉം എല്ലാവർക്കും ജനറൽ ക്വസ്റ്റ്യൻസും ജനറൽ രീതിയിൽ ഉണ്ടായിരിക്കുക. എന്നാൽ അതിലെ പാർട്ട് 3 ലാംഗ്വേജുമായി ബന്ധപ്പെട്ട മേഖല ഉണ്ടാവുക. അത് 80 മാർക്കിനാണ്. 80 മാർക്ക് എന്ന് പറഞ്ഞാൽ വെറും ലാംഗ്വേജ് അല്ല, ആ ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ അറബി ഭാഷയുടെ മനഃശാസ്ത്രപരമായ തലങ്ങൾ കൂടെ ബോധന രീതി ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ നമ്മുടെ നിലവിലുള്ള ഹൈസ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ തലങ്ങളിലുള്ള പാഠപുസ്തകങ്ങൾ കൂടെ റെഫർ ചെയ്തിട്ടാണ് അതിന് ഒരുങ്ങേണ്ടത്. കാറ്റഗറി 4 കൂടി ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം. കാറ്റഗറി 4 സിലബസ് എന്ന് പറയുന്നതും ഇതേപോലെ 3 പാർട്ടാണ്. അതിൽ പാർട്ട് 1 ശിശുവികാസവും ബോധന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടും അധ്യാപന അഭിരുചിയുമായി ബന്ധപ്പെട്ട മേഖലയാണ്, 30 മാർക്കിൻ്റെ. പാർട്ട് 2 മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടാണ്. പാർട്ട് 3 വിഷയാടിസ്ഥാനത്തിലുള്ള മേഖലയായിരിക്കും കടന്നു വരിക. അവിടെയാണ് നമ്മൾ പറഞ്ഞ കാറ്റഗറി 4 എന്ന് പറയുന്ന ലാംഗ്വേജ് അധ്യാപകർക്കുള്ളതാണ് പ്രത്യേകിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജിൻ്റെ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് ഈ പാർട്ട് 3 വരുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അറബി ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട അറബിയിലുള്ള ചോദ്യങ്ങൾ കൂടെ ഈ പാർട്ട് 3 ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ 3ഉം 4ഉം ആണ്. ഹൈസ്കൂൾ അധ്യാപകന് കേട്ടറ്റ് 3 മാത്രം മതി. 4 എടുത്തു കഴിഞ്ഞാൽ LP UP അധ്യാപകരാകാൻ പറ്റും അറബിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ അപേക്ഷാ ഫീ എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ടെറ്റ് പരീക്ഷ എഴുതാനുള്ള അപേക്ഷാ ഫീ. അതിൽ SC ST ഭിന്നശേഷി കാഴ്ചപരിമിതിയുള്ളവർ ഇവർക്കൊക്കെ 250 രൂപ ഫീ അടച്ചാൽ മതി. ഓൺലൈൻ മാധ്യമത്തിലൂടെ തന്നെയാണ് ഇതിൻ്റെ ഫീ രീതി ഘടനകളൊക്കെ ഉള്ളത്. കൃത്യമായൊരു വെബ്സൈറ്റ് കേട്ടറ്റിൻ്റെതുണ്ട്, സർക്കാർ പരീക്ഷാഭവൻ നടത്തുന്നതാണ്. അതിലാണ് എല്ലാ സംഗതികളും നമുക്കറിയാൻ പറ്റുക. ഇവിടെ അശ്രദ്ധമായി പോകുന്നൊരു കാര്യം സൂചിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഹാൾ ടിക്കറ്റിൻ്റെ വിഷയം, ഹാൾ ടിക്കറ്റ് നമുക്കറിയാം, പരീക്ഷാ ഹാളിലേക്ക് കയറണമെങ്കിൽ ഹാൾ ടിക്കറ്റ് വേണം. ഹാൾ ടിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യും, ഫോട്ടോ ഉള്ള ഹാൾ ടിക്കറ്റാണ്. ഇതിന് കുറേ നിബന്ധന പറയുന്നുണ്ട്. ഫോട്ടോ നേരത്തെ ഉപയോഗിച്ച PSC വെബ്സൈറ്റിൽ ഉപയോഗിച്ച ഫോട്ടോ പറ്റില്ല, എന്തെങ്കിലും അടയാളപ്പെടുത്തിയ ഫോട്ടോ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PSC വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി KPSC എന്നുള്ളൊരു സിമ്പൽ സൈഡിൽ വരും, ആ രൂപത്തിലുള്ള പറ്റില്ല. എന്നാൽ ഇതിൽ ഡേറ്റ് വേണം. പക്ഷേ മറ്റു സൈറ്റുകളിലോ ഉപയോഗിച്ച ഫോട്ടോസ് പറ്റില്ല. ഇനി ഒരേ തവണ തന്നെ പല ജില്ലകളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻവാലിഡായി പോകും. ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കാം, അവിടെ ഒരു അപേക്ഷ കൊടുത്തു. ചിലപ്പോൾ അന്നത്തെ പരീക്ഷ നടക്കുമ്പോൾ നാട്ടിലായിരിക്കാം എന്ന് വിചാരിച്ച് ഇവിടെ അപേക്ഷ കൊടുത്തെങ്കിൽ അത് ഇൻവാലിഡാണ്, അത് തള്ളിപ്പോകും. ഒരു ജില്ലയിൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഹാൾ ടിക്കറ്റിൻ്റെ വിഷയം, പരീക്ഷ കഴിഞ്ഞാലും ഈ ഹാൾ ടിക്കറ്റ് സൂക്ഷിക്കണം. ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച ഹാൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിർബന്ധമാണ്. ഇനി വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഹാൾ ടിക്കറ്റ് ഇല്ലാതെ വെരിഫൈ ചെയ്താലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഹാൾ ടിക്കറ്റ് തന്നെ ഹാജരാക്കണം. ഈ ഹാൾ ടിക്കറ്റ് നമ്മൾ മിസ്സായി പോയാൽ പിന്നെ അതിന് വേറെ കുറേ പ്രൊസീജിയറും ഫൈനൊക്കെ പറയുന്നുണ്ട്. അത് ഒക്കെ കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തിട്ടുള്ളൂ, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഹാൾ ടിക്കറ്റ് സംഘടിപ്പിച്ചിട്ടേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് DO ഓഫീസുകളിലാണ് വരിക. നമ്മൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് ആ പരീക്ഷാ സെൻറ്ററുള്ള DO ഓഫീസിലാണ് സർട്ടിഫിക്കറ്റ് വരിക, ക്വാളിഫിക്കേഷൻ കിട്ടിയ ആളുകൾ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ന്യൂസായിട്ടാണ് സർട്ടിഫിക്കറ്റ് വന്ന കാര്യം അറിയാം. നമുക്കൊരു പത്രത്തിൽ ന്യൂസൊക്കെ വരിക, മെസ്സേജ് ഒന്നും വന്നോളുന്നില്ല. അപ്പോൾ ഈ ന്യൂസ് കണ്ടിട്ട് നമ്മൾ അവിടെ ഹാജരാവണം. ഇല്ല എങ്കിൽ
ഓരോ മാസം കഴിയുമ്പോഴും അത് അവർ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഫൈന് കൂടെ നമ്മളടുന്ന് ഈടാക്കും. നമുക്ക് അക്കം പോലെ കൊണ്ട് പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഓരോ മാസം കഴിയുമ്പോഴും അത് നിശ്ചിതമായൊരു ഫീ കാറ്റഗറി എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻ കാറ്റഗറി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൈറ്റിൽ പറയുന്നുണ്ട്. ആ ഫൈൻ നമ്മൾ കൊടുത്തിട്ടേ പിന്നെ നമുക്കത് കൈപ്പറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ എഴുതുന്ന ആൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഹാൾ ടിക്കറ്റ് സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വന്നു എന്നറിഞ്ഞാൽ ഉടനെ പോയിട്ടത് കൈപ്പറ്റുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്കിനി പറയാനുള്ള ഒരു യോഗ്യത സെറ്റിനെ കുറിച്ചാണ്. അതെ, സെറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഇവിടെ സ്ലറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. സ്ലറ്റ് കർണാടക, തമിഴ്നാട്ടിലൊക്കെ സ്ലറ്റാണ്, സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. നമ്മുടെ സെറ്റാണ്. അപ്പോൾ സ്ലറ്റുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്ലറ്റ് പാസ്സായി കഴിഞ്ഞാൽ അവിടെ സ്കൂളിലും അധ്യാപകരാവാം, കോളേജിലും അധ്യാപകരാകാം. തമിഴ്നാട്, കർണാടക പോലത്തെ സ്റ്റേറ്റിലൊക്കെ. നമ്മുടെ ഇവിടെയുള്ള സെറ്റ് ഹയർ സെക്കൻഡറി ലെവൽ, അത് VHC ആണെങ്കിലും ഇനി HSST ആണെങ്കിലും അതിനുള്ള യോഗ്യതയാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് എഴുതണമെങ്കിൽ PG പഠിച്ച് അതിൽ 50% മാർക്ക് നേടിയിരിക്കണം, പ്ലസ് B.Ed കൂടെ ഉണ്ടായിരിക്കണം. റിസർവേഷൻ കാറ്റഗറിക്ക് 5% മാർക്കിളവ് സർക്കാർ അനുവദിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന വർഷ വിദ്യാർത്ഥിക്ക് അവർക്ക് ലാസ്റ്റ് ഇയർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രത്തോടു കൂടെ അവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അവസാന വർഷ വിദ്യാർത്ഥിയാണ് ചില ആളുകൾ നേരത്തെ B.Ed ചെയ്തിട്ടുണ്ടാവും, PG ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ 2 സെമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, 3ാമത്തെ സെമസ്റ്ററിലാണ്. ആ സമയത്ത് സെറ്റ് അപേക്ഷ വിളിച്ചാൽ അവർക്ക് അപേക്ഷിക്കാം. ഇനി ചില ആളുകൾ തിരിച്ചായിരിക്കും, ആദ്യം PG ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ B.Ed ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, B.Edൻ്റെ അവസാന വർഷമാണ് എങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാൻ പറ്റും, അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അവിടെയും ശ്രദ്ധിക്കേണ്ട വിഷയം, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഹെഡിൻ്റെ ഒരു ലെറ്റർ നമ്മുടെ കയ്യിൽ വാങ്ങി സൂക്ഷിക്കണം. റിസൾട്ടൊക്കെ വന്നിട്ട് വെരിഫിക്കേഷൻ സമയത്ത് നമുക്കിത് ഹാജരാക്കാൻ സാധിച്ചാലേ നമുക്ക് അതുകൊണ്ട് യോഗ്യത കിട്ടുള്ളൂ. കാരണം പരീക്ഷ എഴുതിയിട്ട് ഒരു വർഷം കൊണ്ട് നമ്മുടെ യോഗ്യത നേടിയിരിക്കണം. അത് ഒരു നിയമമായിട്ട് പറയുന്നുണ്ട്. കാരണം അവസാന വർഷം ആയി എന്നുള്ളത് കൊണ്ട് നമ്മളെന്താവുന്നില്ല, യോഗ്യരാവുന്നില്ല. ആ പരീക്ഷ ബാക്കായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പരീക്ഷ എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ വർഷം കഴിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ യോഗ്യത നേടിയിരിക്കുകയും വേണം. ഇനി നമുക്ക് സർക്കാർ തലത്തിലുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച് പറഞ്ഞു, എയ്ഡഡിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഇനി പ്രൈവറ്റ് മേഖലയിൽ വളരെ വിശാലമായിട്ട് ഇത് കിടക്കാൻ നമുക്ക് സമയപരിമിതിയുണ്ട്. നമുക്ക് ഇനി ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ബിസിനസ്, ടെക്നോളജി, പുസ്തക പ്രകാശനം, ട്രാൻസ്ലേഷൻ മേഖലയിലൊക്കെയുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടല്ലോ. അതെ, അറബി ഭാഷ പഠിച്ചാൽ ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് താല്പര്യമുള്ള മേഖല മനസ്സിലാക്കി അത് തേടിപ്പിടിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് അറബി, മോഡേൺ സ്റ്റാൻഡേർഡ് അറബി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ജോലിയെ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രത്യേകമായി പഠിക്കേണ്ടത്. ക്ലാസിക്കൽ അറബി ജോലിക്ക് അത്രമാത്രം പ്രാധാന്യമുള്ള സംഗതിയല്ല. അതിൽ തന്നെ ട്രാൻസ്ലേഷൻ, ഇപ്പോൾ ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ MNCകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിൽ ഒരു അവസരം എന്ന് പറയുന്നത് അവിടുത്തെ തലമായി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പല ഡോക്യുമെൻ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ലീഗൽ ട്രാൻസ്ലേറ്റർമാർ ആവശ്യമുണ്ട്. അതുപോലെ കമ്പനികളിൽ തന്നെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് ട്രാൻസ്ലേറ്റർമാർ ആവശ്യമുണ്ട്. പിന്നെ അവരുടെ പ്രോഡക്റ്റുകൾ പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻറ് എഞ്ചിനീയർമാർ, ലാംഗ്വേജ് എഞ്ചിനീയർമാർ എന്ന് പറയുന്ന തസ്തികകളൊക്കെ ഓരോ MNCകൾ നമുക്ക് കാണാൻ പറ്റും, അതിനാവശ്യമുണ്ട്. അതേപോലെ അവർ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ വെബ്സൈറ്റുകളിലേക്ക് കണ്ടൻറ്റ് കൊടുക്കാനുള്ള റൈറ്റർമാരെയും അതേപോലെ അതിന് വേണ്ട ട്രാൻസ്ലേറ്റർമാരെയും എഴുത്തുകാരെയും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ് മേഖലകളും കമ്പനികളും പെട്രോളിയം കമ്പനികളൊക്കെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായതുകൊണ്ട് തന്നെ, വാണിജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായതുകൊണ്ട് തന്നെ അറബി ഭാഷയ്ക്കുള്ള സാധ്യത ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു വിഷൻ ഉണ്ടെങ്കിൽ വലിയ ജോലിയിലെത്താൻ കഴിയും. അപ്പം ഭാഷ ഒരാളെ കയ്യിലുണ്ട്, അറബിയുണ്ട്, ഇംഗ്ലീഷുണ്ട്. ഭാഷ മാത്രം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഉയർന്ന ജോലിയിലേക്ക് എത്താൻ സാധിച്ചോളുന്നില്ല. കാരണം ഏത് ജോലിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ജോലിയിലേക്ക് എത്താനുള്ളൊരു യോഗ്യത ആവശ്യമുണ്ടാവും. ഉദാഹരണം കൂടെ ഒരു MBA ഉണ്ടെങ്കിൽ, എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട്, നമ്മുടെ ഒരു അധ്യാപകൻ്റെ മകനാണ്, ജാമിയ മില്ലയിലുള്ള അധ്യാപകൻ്റെ മകനാണ്. അവർ MBA പ്ലസ് PG വരെ അറബി പഠിച്ച് ട്രാൻസ്ലേഷൻ പഠിച്ചു, ഉയർന്ന ജോലിയിലാണ് ഇന്നുള്ളത്. അതേപോലെ UAE ബേസ്ഡ് ഒരുപാട് ഇത്തരം അവസരങ്ങളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇതിനു വേണ്ടി MBA പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നഴ്സിങ്ങിൻ്റെ മേഖല, അതേപോലെ ഈ പറഞ്ഞ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരുപാട് തസ്തികകൾ, ഇവിടെയൊക്കെ അവിടേക്കുള്ള യോഗ്യത പ്ലസ് ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ജോലി സാധ്യതയും അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാൻ സാധിക്കും.
അതേപോലെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവർക്കുമൊക്കെ ഈ ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ കൊളോക്കിയൽ ഒരു ഭാഷയിൽ അപ്പുറം തന്നെ ഫുസ്ഹായ ഭാഷ കയ്യിലുള്ളത് കൊണ്ട് പ്രയോജനങ്ങളുണ്ടാവും. അതെ, ഫുസ്ഹയാണ് ഇവിടെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ കമ്പനികളും ഉള്ളിടത്തൊക്കെ അല്ലെങ്കിൽ ജോലി മേഖലകളൊക്കെ ഫുസ്ഹയാണ് ആവശ്യമുള്ളത്. ലഹജൻ്റെ ഒരു പ്രശ്നം പരിമിതി നമുക്കറിയാലോ. പക്ഷേ കൊളോക്കിയൽ ലാംഗ്വേജ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്, അത് നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഫുസ്ഹ എന്നുള്ളത് ആഴത്തിൽ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്വായത്തമാക്കണം. ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു യഥാർത്ഥമായ ഒരു വിഷയമുണ്ട്. AI ടൂളുകൾ നമ്മുടെ ജോലി കളയും. അപ്പോൾ അത് അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടി ടൂളുകൾ പറഞ്ഞു വേറൊരു സ്കില്ലിൽ കൂടി നമുക്ക് ഇൻവോൾവ് ആയിരിക്കുക എന്നുള്ളത്. വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ഡീപ്പായിട്ട് അറിയുക എന്നുള്ളത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ സംഗതിയാണ്. ഇപ്പോൾ ട്രാൻസ്ലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ട്രാൻസ്ലേഷൻ സഹായിക്കുന്ന AI ടൂളുണ്ട്. തർജമ.com .ai എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ട്രാൻസ്ലേഷൻ ടൂളുകൾ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ലേറ്റർമാരുടെ പണി ആര് ചെയ്യും? AI ചെയ്യും. പക്ഷേ AI ചെയ്യുന്ന വെരിഫൈ ചെയ്യേണ്ട പണി ആരാണ്? മനുഷ്യനാണ്. അത് വെരിഫൈ ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീപ്പ് നോളജ്, അതോടൊപ്പം AI കൂടി മനസ്സിലാക്കുക എന്നുള്ളത്, അതിൻ്റെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട സംഗതി. എങ്കിൽ പിടിച്ചു നിന്ന് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വളരെ ഉപകാരപ്രദമായ 3 എപ്പിസോഡുകളാണ് നമ്മുടെ കൂടെ ഡോക്ടർ ഷിയാസ് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് നമ്മൾ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളിലായാലും ജോലി അവസരങ്ങളിലായാലും അതിൻ്റെ സാലറി കാര്യങ്ങളിലായാലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി. ജസാക്കുമുല്ലാഹ് ഖൈർ. ആമീൻ വയ്യാക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.